ഒന്ന് നല്ല തിളച്ച് കിടക്കുക. അയ്യോ മുറുക്കായി കറക്കാൻ സൗകര്യത്തിന് വേണം. ചെയ്യിച്ചെടുത്തതാണ് അതിൽ നിറയ്ക്കാൻ പോവാ. ഇതാണ് എല്ലാവരുടെയും ചോദ്യം. ആനയ്ക്ക് വാരി വെച്ച് കൊടുക്കുന്നതിൻ്റെ കൂട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ വലിയ 5 സ്റ്റാർ ഹോട്ടലിലോ മറ്റേ സാധാരണ ഹോട്ടലുകളിലോ എങ്ങും കിട്ടാത്ത ഒരു വിഭവമാണ് ചക്ക കൊണ്ടുള്ള ചക്കക്കുരുവിൻ്റെ ചക്കക്കുരുവെല്ലാം വേസ്റ്റായിട്ട് പോകുന്ന ആ ചക്കക്കുരു കൊണ്ട് ഉള്ളൊരു വെറൈറ്റി ഉൽപ്പന്നമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ചക്കയുടെ മുറുക്ക്, ചക്കക്കുരുവിൻ്റെ മുറുക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റങ്ങളൊന്നും അതിൽ ചേരാത്ത, മായങ്ങളോ മന്ത്രങ്ങളോ ഒന്നും ചേരാതെ തനി നാടൻ രീതിയിൽ ചെയ്തെടുക്കുന്ന അപാര ടേസ്റ്റോട് കൂടി ചെയ്യുന്ന മുറുക്ക്. നമുക്കിപ്പോൾ അതിനെ അത് നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് ലൈസൻസൊക്കെ ഉണ്ട്, ചക്ക ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള. അപ്പം ജാക്കി 5 എന്നും പറയുന്നുണ്ട്, നമ്മളൊരു ലൈസൻസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചോദിച്ചാൽ ഇത് ഉണ്ടാക്കി കൊടുക്കും. ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് സുന്ദരൻ. ഇത് നമുക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ചേട്ടന് എങ്ങനെ നമ്പറുണ്ടോ? നമ്പർ ഞാൻ തരാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ നമ്മൾ അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം അല്ലാതെ മുറുക്കല്ലാതെ വേറെ നമ്മൾ ചക്ക ഉണ്ടാക്കുന്ന ചക്കയുടെ പക്കാവടയുണ്ട്. പിന്നെ അതുപോലെ ചക്ക ചിപ്സ്, അതെല്ലാം ഫേമസ് ആയിട്ട് ഒരുപാട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ ചക്കക്കുരു എന്ന് പറയുന്ന എല്ലാവരും വേസ്റ്റായിട്ട് കളയുന്ന ഒരു സാധനമാണ് ചക്കക്കുരു. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പുതിയ ഓരോ സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ചക്ക എല്ലാം സീറോ വേസ്റ്റാണ്. ഇത് മാത്രമല്ല, ഒരുപാടായിട്ട് സാധനം ഉണ്ടാക്കാം പറ്റും. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ചക്കയുടെ 65 ഉണ്ടാക്കി. എൻ്റെ ഒരു സംശയമാണ്, ഇത് തിന്നു കഴിയുമ്പോൾ ഗ്യാസിന് ഉണ്ടാവുന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ ചക്കക്കുരു കഴിക്കുമ്പോൾ ഉള്ളതാണ്. എന്ത് സംഭവം? അതിങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അത് പറയുന്ന പറഞ്ഞാൽ ഞങ്ങൾ ഒരു 10-40 പേര് ചാലക്കുടിയിൽ ഒരു ട്രെയിനിങ്ങിന് കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ചാലക്കുടി പത്മിനി മാഡത്തിൻ്റെ കീഴിലുള്ള അവരുടെ നേതൃത്വത്തിൽ ഒരു ട്രെയിനിങ്ങിന് പോയിരുന്നു. അന്ന് ഞങ്ങൾ ഈ 3 ദിവസം ട്രെയിനിങ്ങിന് പോകുമ്പോൾ 3 ദിവസവും ചക്ക കൊണ്ടുള്ള ചക്കയുടെ കൂഞ്ഞ്, ചക്കയുടെ മടല്, ചക്കച്ചുള എന്ന് വേണ്ട ചക്ക കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ആ 3 ദിവസവും ഞങ്ങൾ കഴിച്ചത്. കഴിച്ച് ഞങ്ങൾ 40 പേർക്കും യാതൊരുവിധ അസുഖവും യാതൊരു ഗ്യാസും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ 3 ദിവസം ഒരേ രീതിയിൽ ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്കില്ലാത്തൊരസുഖം ഇനി ഒരു ദിവസം ചക്കക്കുരു കൊണ്ട് ഒരാൾ കഴിക്കുന്നവർക്ക് ഗ്യാസ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഈ 3 ദിവസം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതാണ് ഞങ്ങളുടെ അനുഭവം. അതാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നിറച്ച് ഇവിടെ ചക്കക്കുരു ഉണ്ടല്ലേ? അതൊരു ഇഷ്ടം പോലെ. ഈ മെഷീൻ ചേട്ടൻ കണ്ടുപിടിച്ചോ? ഈ കറക്കുന്ന മെഷീൻ അല്ല, ഇത് കറക്കുന്നത് പറഞ്ഞാൽ ഇത് നമ്മുടെ സേവനാഴിയില്ലേ, അതിന്റെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പലത് നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യിച്ചെടുത്തതാണ്. നമ്മളെ ചെയ്ത ഇതൊക്കെ ഇത്രയും വലിയ ബോള് കണ്ടില്ലേ? ഈ ഒരു ബോൾ ഇതിനകത്ത് സുഖമായിട്ടിരിക്കും. നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കാം. അതെല്ലാം അതിനകത്ത് സ്വന്തമാ കറക്കാൻ സൗകര്യത്തിന് വേണം. ഒരാൾക്ക് തന്നെ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഇപ്പം അത് കറക്കി എടുക്കുക. അതെ, പണിയിച്ചെടുക്കാം. വെള്ളം കുറവാണ്. അങ്ങനെ തിരിച്ചു നമ്മുടെ അരിമുറുക്കല്ല, നമ്മുടെ ചക്ക കൊണ്ട് ചക്കക്കുരു കൊണ്ടുണ്ടാക്കി മുറുക്കാണ്. എണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് എണ്ണ തിളച്ചിട്ടുണ്ടെന്ന് തോന്നാൻ വേണ്ടി എടുത്തേ. എണ്ണ തിളച്ചിട്ടാണ്. ഇതിങ്ങനെ ഇതൊക്കെ നൈസിനെ വെച്ച് കൊടുക്കുക. തിളച്ച്
തേങ്ങപ്പത്തി അത് എടുത്തിരിക്കുന്നു വരാനുണ്ട് വലിയൊരു ചട്ടി നമ്മുടെ ചെറിയ ചട്ടി ഈ വലിയ ഉരുളിയിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇതിനു വേണ്ടി വലിയ ചട്ടി മേടിച്ചത്. തിരിച്ചിടുവല്ലേ, ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇത്? ഇതിപ്പോൾ തുടങ്ങി, ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു മാസമായിട്ട് ചെയ്യുന്നുള്ളൂ, ഒരു മാസമായതുള്ളൂ തുടങ്ങിയിട്ടല്ലയോ? ഓക്കെ ആയിട്ടുണ്ട്, വെന്ത് ഒരു മുറുക്കപ്പം ആയിട്ടുണ്ടല്ലേ. സാധാ മുറുക്കിൻ്റെ കൂട്ട് ഇരിക്കുന്നു, പക്ഷേ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് അടുത്തിടാൻ പോകും. ഒന്ന് നല്ല തിളച്ച് കിടക്കുക. അയ്യോ, കഴിഞ്ഞു.